الحمد لله الودود الحنون الرحمن الرحيم العفو الغفور العطف اللطيف الخبير. وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. وأشهد أن محمدا عبده ورسوله الذي أرسل إلى الناس كافة بشيرا ونذيرا وداعيا إلى الله سراجا منيرا. ومن يطع الله ورسوله فقد فاز ورشد ومن يعص الله ورسوله فقد ضل وغوى. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وأصحابه أجمعين. أما بعد، فيا أيها الإخوة والأخوات، أوصيكم وإياي بتقوى الله. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم. صدق الله العلي العظيم. സ്നേഹവും വാത്സല്യവും കാരുണ്യവും ദയയും വിട്ടുവീഴ്ചയും മാപ്പും നൈർമല്യവും സ്വഭാവമായി സ്വീകരിച്ച അല്ലാഹുവിനാണ് സർവസ്തോത്രവും. അല്ലാഹു ഒഴികെ ആരാധ്യനേ ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവൻ ഏകനും നിസ്തുലനും സർവശക്തനുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ ദൂതനാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സർവ മനുഷ്യരിലേക്കും മാർഗദർശകനായി നിയോഗിക്കപ്പെട്ട ദൈവിക ദൂതനാണ് ആ പുണ്യപ്രവാചകൻ. അല്ലാഹുവേ, അവിടുത്തെ കുടുംബങ്ങളിലേക്ക്, ബന്ധുമിത്രാദികളിലേക്ക്, അനുചരന്മാരിലേക്ക് നിന്റെ കരുണാകടാക്ഷം വർഷിക്കണമേ നാഥ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൽ സൂക്ഷ്മത പുലർത്തി തഖ്വ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ധർമാധിഷ്ഠിതമാക്കണമെന്നും തിന്മയിൽ നിന്ന് മാറി നിൽക്കണമെന്നും എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ സ്രഷ്ടാവായ അല്ലാഹു, നമ്മുടെ യജമാനനായ അല്ലാഹു, അവനെ അറിയലും മനസ്സിലാക്കലും നമ്മുടെ ബാധ്യതയാണ്. സ്നേഹത്തിന്റെ
കേദാരവും വാത്സല്യത്തിന്റെ നിറകുടവും ആർദ്രതയുടെ സിരാകേന്ദ്രവുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മനുഷ്യരോട് ഏറ്റവും കൂടുതൽ കരുണയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, ആർദ്രതയുള്ളവനാണ് പ്രപഞ്ച സൃഷ്ടാവും നമ്മുടെ നിയന്താവുമായ അല്ലാഹു. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അല്ലാഹുവിന്റെ വിജ്ഞാനവും അല്ലാഹുവിന്റെ സ്നേഹവുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖുർആനിൽ സൂറത്ത് ഗാഫിറിൽ ചില മലക്കുകളുടെ വിശേഷണം പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാക്യമാണ് ഞാനിവിടെ ഓതി കേൾപ്പിച്ചത്. അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. അല്ലാഹുവിന്റെ സിംഹാസനം വഹിക്കുന്ന, സിംഹാസനത്തിന്റെ ചുറ്റുഭാഗത്തും വസിക്കുന്ന മാലാഖമാർ, മലക്കുകൾ സദാ അല്ലാഹുവിനെ വാഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വയുഅ്മിനൂന ബിഹി, അല്ലാഹുവിൽ ഗാഢമായ വിശ്വാസമാണ് അവർക്കുള്ളത്. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, അവർ ആ മലക്കുകളൊക്കെ തന്നെ സത്യവിശ്വാസികൾക്ക് വേണ്ടി പാപമോചനം തേടുകയാണ്. എങ്ങനെയുള്ള സത്യവിശ്വാസികൾ എന്നറിയുമോ? ആ സത്യവിശ്വാസികളെ കുറിച്ച് ഖുർആൻ പറയുന്നത്, അവർ പറയുന്നതാണ്, റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വ ഇൽമ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ നാഥാ, ഈ പ്രപഞ്ചം മുഴുവൻ നിന്റെ കാരുണ്യവും നിന്റെ സ്നേഹവും നിന്റെ വിജ്ഞാനവും നീ നിറച്ചിരിക്കുന്നു എന്ന് പറയുന്ന സത്യവിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ പാപമോചനം തേടിക്കൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവോട് പറയുക ഇപ്രകാരമാണ്, ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. അല്ലാഹ്, നീ നിന്നോട് പക്ഷാതപിക്കുന്ന സത്യവിശ്വാസികൾക്ക് നീ പുറത്തു കൊടുക്കണമേ, വിട്ടുവീഴ്ച ചെയ്യണമേ, അവരിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ നീ മാപ്പാക്കണമേ റബ്ബേ. മാത്രമല്ല വഖിഹിം അദാബൽ ജഹീം, വേദനാജനകമായ നരകത്തിന്റെ ശിക്ഷയെ തൊട്ട് അവരെ നീ കാത്തുരക്ഷിക്കണമേ എന്ന് മലക്കുകൾ ഇങ്ങനെ സത്യവിശ്വാസികൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. ആ സത്യവിശ്വാസികളുടെ വിശേഷണം ഖുർആൻ പറഞ്ഞത് എന്താണ്? അല്ലാഹുവിനെ സംബോധനം ചെയ്തുകൊണ്ട് ആ സത്യവിശ്വാസികൾ പറയും, ഞങ്ങളുടെ നാഥാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഈ പ്രപഞ്ചമാസകലം നിറഞ്ഞു നിൽക്കുന്നത് നിന്റെ സ്നേഹമാണ്, നിന്റെ വിജ്ഞാനമാണ്. ഏതൊരു സത്യവിശ്വാസിയും ചിന്തിച്ചാൽ ബോധ്യപ്പെടുന്നതാണ് പ്രിയപ്പെട്ടവരെ. ഈ കറങ്ങുന്ന ഫാനില്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ, ഇവിടെ ഇരിക്കാൻ പ്രയാസകരമാണ്. ഈ ഫാൻ കറങ്ങണമെങ്കിൽ വൈദ്യുതി പ്രവർത്തിക്കണം. വൈദ്യുതി അല്ലാഹുവിന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ്, അല്ലാഹുവിന്റെ കാരുണ്യമാണ് വൈദ്യുതി പ്രവർത്തിക്കുന്നത്. സൂര്യപ്രകാശം അല്ലാഹുവിന്റെ സ്നേഹമാണ്. നാം ശ്വസിക്കുന്ന വായു അല്ലാഹുവിന്റെ സ്നേഹമാണ്. നാം കുടിക്കുന്ന വെള്ളം അല്ലാഹുവിന്റെ സ്നേഹമാണ്. നാം കഴിക്കുന്ന വിവിധ രുചികളുള്ള, വകഭേദങ്ങളുള്ള ഭക്ഷണം അല്ലാഹുവിന്റെ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, വാത്സല്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സത്യവിശ്വാസി അവന്റെ ഹൃദയം കൊണ്ട് പ്രഖ്യാപിക്കട്ടെ, റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, ഈ പ്രപഞ്ചം നീ നിറച്ചിരിക്കുന്നത് നിന്റെ സ്നേഹം കൊണ്ടാണ്, നിന്റെ കാരുണ്യം കൊണ്ടാണ്. പ്രിയമുള്ളവരെ, നാം അംഗീകരിക്കണം, നാം പറയണം. അങ്ങനെയുള്ള മനസ്സ് നമുക്കുണ്ടായാൽ നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും.
എന്തിനെന്നറിയുമോ? നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ പുറത്തു തരുവാൻ വേണ്ടിയും അല്ലാഹുവിന്റെ വേദനാജനകമായ നരകശിക്ഷയിൽ നിന്ന് നമ്മെ അല്ലാഹു കാത്തുരക്ഷിക്കുവാൻ വേണ്ടിയും. നമ്മെക്കുറിച്ചാണ് ഈ പറയുന്നത്, മറ്റാരെങ്കിലും കുറിച്ചല്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹു സ്നേഹമാണ്, കാരുണ്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ നാമങ്ങളുണ്ട്. അല്ലാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും പ്രധാനമായും സ്നേഹത്തെ സൂചിപ്പിക്കുന്ന നാമം വദൂദ് എന്നാണ്. വദൂദ് എന്ന് പറഞ്ഞാൽ വല്ലാതെ സ്നേഹിക്കുന്നവൻ എന്നാണ് അർത്ഥം. വല്ലാതെ സ്നേഹിക്കുന്നവൻ, വദൂദ്, ധാരാളമായി സ്നേഹിക്കുന്നവൻ, സ്നേഹവായ്പ കൊണ്ട് സൃഷ്ടികളെ അനുഗ്രഹിക്കുന്നവൻ, ഇതാണ് വദൂദ്. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ നല്ല പണ്ഡിത പരിജ്ഞാനമുള്ളവർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ യാ വദൂദ്, യാ വദൂദ്, യാ വദൂദ് എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സ്നേഹം കമിഞ്ഞൊഴുകുന്ന ആ നാമത്തെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിനോട് യാചിക്കുന്നത്, അർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വദൂദ്, ധാരാളമായി സ്നേഹിക്കുന്നവൻ. മറ്റു രണ്ട് നാമങ്ങളുണ്ട് അല്ലാഹുവിന്. ആ രണ്ട് നാമങ്ങളും സ്നേഹത്തെയും ആർദ്രതയെയും സൂചിപ്പിക്കുന്നതാണ്. ആ രണ്ട് നാമങ്ങളാണ് മനുഷ്യരുടെ നാക്കിൻ തുമ്പുകളിലൂടെ തത്തി കളിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തിട്ടുള്ള രണ്ട് നാമങ്ങൾ. റഹ്മാൻ, പരമകാരുണികൻ. റഹീം, കാരുണ്യനിധി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നാം ദിനേന എത്ര പ്രാവശ്യം ചൊല്ലാറുണ്ട്? ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് തഹിയ്യത്ത് നിസ്കരിച്ചപ്പോ നിങ്ങൾ ചൊല്ലിയല്ലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹയുടെ മുമ്പ്. അതുപോലെ സൂറത്തിന്റെ മുമ്പ് ചൊല്ലിയില്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം? ഇതാ നാം നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹയുടെ മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പതുക്കെ ചൊല്ലുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറയുടെ മുമ്പ് പതുക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുന്നുണ്ട്. അതുപോലെ ഏത് നല്ല പ്രവർത്തനങ്ങളുടെ മുമ്പിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വെള്ളം കുടിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നല്ലത് വായിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എഴുതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും സത്യവിശ്വാസി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിരിക്കണം. എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ? പരമകാരുണികനായ സ്നേഹനിധിയായ അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്നാണ്. നാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുമ്പോ, നാം അത് ചൊല്ലുമ്പോൾ അല്ലാഹുവിന്റെ സ്നേഹം നമ്മുടെ മുമ്പിൽ വരാറുണ്ടോ സഹോദര? അല്ലാഹുവിന്റെ കാരുണ്യം നമ്മുടെ മനോമുഖരത്തിൽ തെളിയാറുണ്ടോ സുഹൃത്തെ? ഇല്ലെങ്കിൽ അത് വേണം. അങ്ങനെ ഉണ്ടായാലാണ് നമ്മുടെ ബിസ്മി കൊണ്ട് യഥാർത്ഥത്തിലുള്ള ഫലം ഉണ്ടാവുകയുള്ളൂ. ആത്മാവ് വേണം അമലുകൾക്ക്, ആത്മാവ് വേണം അമലുകൾക്ക്. ജീവനില്ലാത്ത സിംഹത്തിന്റെ തടി ആര് പേടിക്കും? സിംഹത്തിന് പേടി വേണമെങ്കിൽ, സിംഹത്തിന് വില വേണമെങ്കിൽ സിംഹത്തിന് ജീവൻ ഉണ്ടായിരിക്കണം. ഒരു മൂർഖൻ പാമ്പ് ഒരു പ്രദേശത്ത് വന്ന് എന്നറിഞ്ഞാൽ ആളുകൾ പേടിച്ച് നാല് പാടും ഓടുന്നതാണ്. കാരണം എന്താണ്? മൂർഖൻ പാമ്പിന്റെ ഉഗ്രവിഷം ഏൽക്കാതിരിക്കാൻ. എന്നാൽ ഒരു മൂർഖൻ പാമ്പ് ഈ പ്രദേശത്തുണ്ട് എന്നൊരു വിളംബരം കേട്ടാൽ ആളുകൾ നാല് പാടും ഓടും. എന്നാൽ കുറച്ചു കഴിഞ്ഞ ശേഷം ആ മൂർഖൻ പാമ്പിനെ ഒന്ന് രണ്ടാളുകൾ കൂടിയിട്ട് അടിച്ച് കൊന്നിട്ടുണ്ട്, മൂർഖൻ പാമ്പ് അതിന്റെ ശവം കിട്ടിയിട്ടുണ്ട് എന്ന് വിളംബരപ്പെടുത്തിയാൽ മൂർഖൻ പാമ്പിനെ പേടിച്ചോടിയ എല്ലാ ആളുകളും മൂർഖൻ പാമ്പിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കും. എന്നിട്ട് ചെറിയ കുഞ്ഞ് വന്നിട്ട് മൂർഖൻ പാമ്പിന്റെ വാ പൊളച്ചു നോക്കും. ഇതിന്റെ വിഷപ്പല്ല് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്താ കാരണം? ഈ ചെറിയ കുഞ്ഞു പോലും വന്നിട്ട് മൂർഖൻ പാമ്പിന്റെ വാ പൊളച്ചു നോക്കാൻ കാരണം എന്താ? മൂർഖൻ പാമ്പിന് ജീവനില്ല എന്ന് ഉറപ്പിച്ചത് കൊണ്ട്. അപ്പൊ ജീവനുള്ള മൂർഖൻ പാമ്പിനെ കൊണ്ട് മാത്രമാണ് ഫലമുണ്ടാവുകയുള്ളൂ. എന്നതുപോലെ ജീവനുള്ള മുസ്ലിമാകണം, എന്നതുപോലെ ജീവനുള്ള ബിസ്മിയാകണം, ജീവനുള്ള ഫാത്തിഹയാവണം, ജീവനുള്ള നമസ്കാരമാകണം, ജീവനുള്ള ദിക്റാവണം.
വെറും ജഡം കൊണ്ട് യാതൊരു കാര്യവുമില്ല പ്രിയപ്പെട്ടവരെ. ആയതുകൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹത്തെ കുറിച്ചാണ് നാം പറയുന്നത്. എന്തൊരു സ്നേഹമാണ് അള്ളാഹുവിനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ സ്നേഹിക്കുന്നവനാണ്. അവന്റെ സ്നേഹത്തെ സംബന്ധിച്ചുകൊണ്ട് അവൻ തന്നെ പറയട്ടെ, വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് വലിയ സ്നേഹമുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റഊഫ്, വല്ലാതെ സ്നേഹം പുലർത്തുന്നവനാണ്, വല്ലാതെ കാരുണ്യം കൊണ്ട് പൊതിയുന്നവനാണ്. ബിൽ ഇബാദ്, അടിമകളോട് അള്ളാഹുവിന് വല്ലാത്ത കാരുണ്യമാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറയുകയാണ്, വമാ അന ബില്ലല്ലാമിൽ ലിൽ അബീദ്, ഞാൻ ഒരിക്കലും തന്നെ അടിമകളോട് ക്രൂരമായി പെരുമാറുന്നവനല്ല. നോക്കൂ സഹോദര, അള്ളാഹു പറയുകയാണ്, ഞാൻ ക്രൂരനല്ല, ഞാൻ സ്നേഹമാണ്, ഞാൻ വാത്സല്യമാണ്, ഞാൻ കാരുണ്യമാണ്. നമ്മുടെ നാഥൻ, നമ്മുടെ അള്ളാഹു, നമ്മെ തീറ്റിപ്പോറ്റി വളർത്തുന്നവൻ സ്നേഹത്തിന്റെ പ്രതീകമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹത്തെ അള്ളാഹുവിന്റെ സ്നേഹത്തെ കുറിച്ച് നമുക്ക് ബോധം വേണം. പല ആളുകളും അള്ളാഹു ഒരു ശിക്ഷയുടെ വ്യക്തിത്വമായി, അള്ളാഹു ഒരു നരകത്തിലിടുന്നവൻ മാത്രമായിട്ടാണ് അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത്. നരകമുണ്ട്. നരകം അള്ളാഹുവിന്റെ പരമമായ നീതിയുടെ ഒരു ഭാഗമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയും കുഞ്ഞും കൂടി നടന്നു പോകുമ്പോൾ സ്വഹാബികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആ പോകുന്ന ഉമ്മയെയും കുഞ്ഞിനെയും കണ്ടോ? കണ്ടു, ഞങ്ങൾ കണ്ടു. എന്നാൽ ആ ഉമ്മ തന്റെ മാറത്തേക്ക് അണച്ചു കൂട്ടിയ ആ കുഞ്ഞിനെ അഗ്നികുണ്ടാരത്തിൽ കൊണ്ടിടുന്നത് ആ ഉമ്മക്ക് ഇഷ്ടമായിരിക്കുമോ ഇല്ലയോ എന്ന്. കൈഫ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അതെങ്ങനെ ഉണ്ടാവുക? ഒരു മാതാവ് ആ മാതാവിന്റെ കുഞ്ഞിനെ അഗ്നികുണ്ടാരത്തിലിടുകയോ? അത് സംഭവിക്കുകയില്ല, അതിന് കഴിയുകയില്ല. ആ സമയത്ത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ആ മാതാവിന്റെ കുഞ്ഞിനെ നരകക്കുണ്ടാരത്തിലിടുന്നത് അല്ലെങ്കിൽ തീ കുണ്ടാരത്തിലിടുന്നത് എത്ര കണ്ട് ഇഷ്ടമില്ല, അതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ അടിമകളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് ഇഷ്ടമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരണം കേട്ട് അല്ലാഹുവിന്റെ സ്നേഹത്തെക്കുറിച്ച്, അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിഞ്ഞ സ്വഹാബത്ത് അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. നോക്കൂ, എന്താണ് ഈ കേട്ടത്? നൊന്തു പ്രസവിച്ച സ്വന്തം മാതാവിനേക്കാൾ നമ്മോട് സ്നേഹമാണ് അല്ലാഹുവിന്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലാഹുവിന്റെ സ്നേഹം നമ്മിലേക്ക് വമിഞ്ഞൊഴിക്കുകയാണ്. അവൻ തന്നെ പറയുന്നു, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ സ്മരിക്കണം, നിങ്ങൾ എന്നെ ഓർക്കുക, എന്നാൽ ഞാൻ നിങ്ങളെ ഓർക്കും. അല്ലാഹു പറയാണ്, നാം അല്ലാഹുവിനെ ഓർത്താൽ അല്ലാഹു നമ്മെ ഓർക്കും എന്നാണ്. നമ്മൾ ചില വലിയ കുറച്ച് മത, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ ഒക്കെ പ്രവർത്തിക്കുന്ന ചില നേതാക്കന്മാര് എന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നാം ആശ്ചര്യപ്പെടാറുണ്ട്. ഇതങ്ങനെയല്ല. ഇത് ഭൂമിയുടെ അധിപൻ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന്റെ, ഈ അഖിലാണ്ട കടാഹങ്ങളുടെ ഉടമ, അവൻ നമ്മെ ഓർക്കുകയാണ്. ഈ ഏഴകളായ, ഈ ചെറിയ നിസ്സാര ജീവികളായ നമ്മെ ഓർക്കുകയാണ്. അല്ലാഹു പറയുന്നു, വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക, വലാ തക്ഫുറൂ, നിങ്ങൾ ആരും നന്ദികേട് കാണിക്കരുത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ സ്നേഹം അല്ലാഹുവിൻ തന്നെ പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഒരു ഖുദ്സിയായ ഹദീസിൽ, അന ഇൻദ ലന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ എങ്ങനെയാണ് വിചാരിക്കുന്നത് അതുപോലെ ഞാൻ അവനോട് വർത്തിക്കും. ഞാൻ അവന്റെ പാപം പുറത്തു കൊടുക്കും, അവന്റെ കാര്യങ്ങളിൽ പൂർത്തീകരിക്കും എന്നാണോ ഒരുത്തന് തന്റെ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അള്ളാഹിനെ കുറിച്ചുള്ള വിചാരം ഉണ്ടാകുക? എന്നാൽ അവന്റെ കാര്യം അള്ളാഹ് പൂർത്തീകരിച്ചു കൊടുക്കും.
കാരണം അവൻ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്, അല്ലാഹുവേ എനിക്ക് നീയല്ലാതെ മറ്റാരും ഇല്ല. നാം ഫാത്തിഹയിൽ പറയുന്നത് അങ്ങനെയാണല്ലോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹ്, എനിക്ക് നീ മാത്രമേ ഉള്ളൂ, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത്, എന്റെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നത് നിന്റെ മുമ്പിൽ മാത്രമാണ്, നീ മാത്രമാണ് എനിക്ക് ഉള്ളത്, എനിക്ക് പ്രാർത്ഥനക്കായും ആരാധനക്കായും സഹായാർത്ഥനക്കായും. ഇങ്ങനെ വിശ്വാസത്തോടുകൂടി യഖീനോടുകൂടി അല്ലാഹുവിനോട് സത്യവിശ്വാസി പ്രാർത്ഥിക്കുമ്പോ അല്ലാഹു അതേ അവസ്ഥയിൽ അതേ മനസ്സോടുകൂടി അവനോട് വർത്തിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അല്ലാഹു തആല ഖുദ്സിയായ ഒരു ഹദീസിലൂടെ പറയുന്നു. മാത്രമല്ല റസൂൽ അല്ലാഹു തആല തന്നെ വീണ്ടും പറയുകയാണ് ഒരു ഖുദ്സിയായ ഹദീസിൽ, വഅന മഅഹു ഹീന യദ്കുറുനി. ഒരു മനുഷ്യൻ എന്നെ സ്മരിക്കുമ്പോൾ ഞാൻ അവനോടൊപ്പം ഉണ്ടാകും. എന്താണ് സുഹൃത്തുക്കളെ പറഞ്ഞത്? നാം അല്ലാഹുവിനെ ഇപ്പൊ ഓർക്കുകയാണ് എങ്കിൽ അല്ലാഹ് നമ്മോടൊപ്പം ഉണ്ട്, അല്ലാഹ് നമ്മോടൊപ്പം വസിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമീപത്തുണ്ട്. എത്ര സമീപത്ത് എന്നറിയുമോ? അല്ലാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ഖാഫിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. തീർച്ചയായും നാം മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യന്റെ മനസ്സിലുള്ള മന്ത്രങ്ങളെ പോലും അറിയുന്നവനാണ് നാം. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവന്റെ കണ്ഠനാടിയേക്കാൾ നാം അവനിലേക്ക് സമീപസ്ഥനാണ്. കണ്ഠനാടി എന്താ? നമ്മുടെ തൊണ്ടയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട നാടികളാണ്. അത് മുറിച്ചു കഴിഞ്ഞാൽ ജീവൻ ഉണ്ടാവില്ല. അറക്കുന്ന സമയത്തൊക്കെ അതെയാണ് സാധാരണ മുറിക്കാറുള്ളത്. ആ നാടിയേക്കാൾ അല്ലാഹു തആല നമ്മുടെ അടുക്കൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഏത് സമയത്ത് അല്ലാഹുവിനെ സ്മരണ വരുന്നുവോ, അല്ലാഹുവിനെ ഓർക്കുന്നുവോ, ആ സമയത്ത് അല്ലാഹു നമ്മോടൊപ്പം ഉണ്ട്. വെള്ളിയാഴ്ച ദിനത്തിൽ ജുമുഅക്ക് വന്ന നമ്മോടൊപ്പം അല്ലാഹുണ്ട്. നിസ്കരിക്കുന്നവനോടൊപ്പം അല്ലാഹുണ്ട്. സുജൂദിൽ കിടക്കുന്നവനോടൊപ്പം അല്ലാഹുണ്ട്. റുകൂയിൽ കിടക്കുന്നവനോടൊപ്പം അല്ലാഹുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സദാ മനുഷ്യനോടൊപ്പമുണ്ട്. എപ്പോൾ? അല്ലാഹുവിനെ ഓർക്കുമ്പോഴെല്ലാം. തൊട്ടടുത്തുണ്ട് സഹോദരങ്ങളെ. വളരെ തുറന്ന മനസ്സുമായിട്ടാണ് അല്ലാഹു നമ്മോടൊപ്പം ഉള്ളത്. നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാൻ, നമുക്ക് വിട്ടുവീഴ്ച തരുവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയട്ടെ, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതുബ മുസി അന്നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതുബ മുസി അല്ലൈൽ ഹത്താ തത്ലുഉ ശംസു മിൻ മഗ്രിബിഹാ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ കൈകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കും. പകലിൽ പാപങ്ങൾ ചെയ്തവർക്ക് തൗബ ചെയ്യുവാൻ വേണ്ടിയിട്ട് പകലിൽ അല്ലാഹു തആല കൈകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കും. രാത്രിയിൽ പാപങ്ങൾ ചെയ്തവരുടെ തൗബ സ്വീകരിക്കുവാൻ വേണ്ടി, അവരുടെ പാപമോചനത്തിന് വേണ്ടി. ഹത്താ തത്ലുഉ ശംസു മിൻ മഗ്രിബിഹാ. സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നത് വരെ അല്ലാഹു തആല ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. എല്ലാ രാത്രിയിലും അല്ലാഹുവിന്റെ കൈ നീളുകയാണ്. എന്ന് വെച്ചാൽ അല്ലാഹു തആല തൗബ സ്വീകരിക്കുവാൻ വേണ്ടി പ്രത്യേകമായി റബ്ബ് തആല ഒരുങ്ങിയിരിക്കുകയാണ്. പകലിൽ അല്ലാഹു തആലയുടെ കൈകൾ നീളുകയാണ്. ഇപ്പൊ അല്ലാഹുവിന്റെ കൈ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നലെ രാത്രി എന്തെങ്കിലും അബദ്ധം സംഭവിച്ചവരുണ്ടോ? നിന്റെ തൊണ്ടയിടറട്ടെ, നിന്റെ റബ്ബറിയട്ടെ, നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുക, നിന്റെ കണ്ണുകൾ നിറയട്ടെ, റബ്ബിനോട് സങ്കടം പറയുക. റബ്ബ് മാത്രം അറിഞ്ഞാൽ മതി. ആരുടെയെങ്കിലും പോയിട്ട് കുമ്പസാരിക്കൊന്നും വേണ്ട. ഇമാമിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തു പോയി എന്ന് പറയണ്ട. അല്ലെങ്കിൽ വേറെ ആരുടെയും മുമ്പിൽ പോയിട്ട് പാപം ചെയ്തു പോയി എന്ന് പറയണ്ട. അള്ളാഹുവിന്റെ ദീൻ പറയുന്നത്, നിങ്ങൾ പാപത്തിൽ പെട്ടുപോയാൽ
നിങ്ങൾ പാപം ചെയ്തു പോയാൽ അത് നിങ്ങൾ ആരോടും പറയാൻ നിൽക്കണ്ട എന്നാണ്. അത് നിങ്ങൾ ആരോടും പറയണ്ട, അല്ലാഹുവിനോട് മാത്രം തുറന്ന് പറഞ്ഞാൽ മതി. എന്തൊരു ദീനാണ്! മനുഷ്യന്റെ സ്വകാര്യത എത്ര പവിത്രമായി കാണുന്ന ദീനാണ് നമ്മുടെ ദീൻ, അല്ലേ? ചില ആളുകളുണ്ട്, അവർ അപമാനിതരായി പലരുടെയും മുമ്പിൽ പോയി കുമ്പസാരിക്കണം, മുമ്പിൽ പോയി തെറ്റുകളേറ്റ് പറയണം. നീ നിന്റെ രാത്രിയുടെ ഇരുട്ടിൽ പാതിരാ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ നീ മാത്രം ഉണർന്നിരുന്നു കൊണ്ട് റബ്ബേ സംഭവിച്ചു പോയി റബ്ബേ, തെറ്റുകൾ സംഭവിച്ചു പോയി റബ്ബേ എന്ന് ഗദ്ഗതപ്പെടുന്ന മനസ്സുമായിട്ട് നിന്റെ റബ്ബിനോട് സ്വന്തം സ്വകാര്യമായി സങ്കടം പറയുന്നതാണ് അല്ലാഹു തആലക്ക് ഇഷ്ടം. അതാണ് തൗബയുടെ ശൈലി. ഇസ്ലാമിന്റെ ശീലം അതാണ്. ഇസ്ലാം അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, നമുക്ക് നന്നാകാൻ എന്തെല്ലാം അവസരങ്ങളാ. തെറ്റുകൾ സംഭവിച്ചതിന്റെ പേരിൽ നമ്മെ പുറത്താക്കി പിണ്ടം വെക്കുന്ന രീതി, അത് ദീനിന്റെ രീതിയല്ല, അല്ലാഹുവിന്റെ ശൈലിയല്ല. അല്ലാഹു എല്ലാ ദിവസവും കൈ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അല്ലാഹുവിന്റെ കൈ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അല്ലാഹുവിനോട് ഹൃദയം തുറന്നുകൊണ്ട് പറയാം, കൈകൾ ഉയർത്താം, കണ്ണുകളിൽ സങ്കടത്തിന്റെ കണ്ണുനീർ റബ്ബ് മാത്രം കാണുവാൻ വേണ്ടിയിട്ട് നമുക്ക് നിറക്കാം. വെള്ളിയാഴ്ച നല്ല സമയമാണ് ദുആക്ക് ഉത്തരം കിട്ടാൻ, പ്രാർത്ഥന സ്വീകരിക്കുവാൻ. ജുമുഅക്ക് വന്നതാണ് നാം, വുളു എടുത്തവരാണ് നാം, നമസ്കരിക്കുവാൻ കാത്തിരിക്കുകയാണ് നാം. അല്ലാഹു സദാ നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അർശിലിരുന്നു കൊണ്ട് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, റബ്ബ് തആല നമ്മെ ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് ആരുടെയെങ്കിലും തൊണ്ടയിടറുന്നുണ്ടോ? അതേ സഹോദര, നോമ്പും നമസ്കാരം ധാരാളമായി പാഴായി പോയിട്ടുണ്ടോ നിനക്ക്? സങ്കടപ്പെടണ്ട. മദ്യപാനവും മയക്കുമരുന്നും ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്നിരുന്നോ നിനക്ക്? പ്രയാസപ്പെടണ്ട. വ്യഭിചാരവും ലൈംഗികമായ ആഭാസവും നിന്റെ ഇഷ്ടപ്രിയമായിരുന്നോ? നീ ബുദ്ധിമുട്ടണ്ട, നീ സങ്കടപ്പെട്ട് വേവനാതിപ്പെടണ്ട. പലിശയും വട്ടിപ്പണവും നിന്റെ സമ്പാദ്യ മാർഗത്തിന്റെ ഒരു മാർഗമായിരുന്നു. വിഷമിക്കണ്ട, നിനക്കൊക്കെ റബ്ബിന്റെ തൗബയുടെ കവാടം തുറന്നു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പറയാം, ഇപ്പോൾ റബ്ബിലേക്ക് കൈകൾ ഉയർത്താം. ഇപ്പോൾ നമ്മുടെ മനസ്സ് തീർച്ചയായിട്ടും റബ്ബിനോട് സങ്കടത്തോടുകൂടി ദുആ ചെയ്യാം. ഖത്തീബ് മിമ്പറിൽ കയറിയിട്ട് മിമ്പറിൽ നിന്ന് ഇറങ്ങുന്നത് വരെയുള്ള സമയം പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് എന്ന് ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നാളേക്ക് നീട്ടിവെക്കണ്ട, മറ്റന്നാളേക്ക് നീട്ടിവെക്കണ്ട. എന്താണ് ഉറപ്പ്? നാളെയും മറ്റന്നാളും നാം ജീവിക്കുമെന്ന് എന്താണ് പ്രിയപ്പെട്ടവരെ ഉറപ്പ്? നമുക്ക് ഉറപ്പിക്കാൻ ഒരിക്കലും ന്യായമില്ല. കാരണം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ എന്ത് പ്രവർത്തിക്കുമെന്ന്, ഏത് ഭൂമിയുടെ കോണിൽ വെച്ചുകൊണ്ട് മരണം സംഭവിക്കുമെന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് മരണം ഏത് സമയത്തും സംഭവിക്കാം. ഏത് വലിയവരും സംഭവിക്കും, ഏത് വലിയവരും മരിക്കും, ഏത് ചെറിയവരും മരിക്കും. മരണത്തിന്റെ മുമ്പിൽ വലുപ്പ ചെറുപ്പ വ്യത്യാസങ്ങളില്ല. മഹാനായ ഇസ്ലാമിക പണ്ഡിതൻ, സൗദിയിൽ ജീവിക്കുന്ന മുഹമ്മദ് കുത്തുബ് എന്ന മഹാനായ ഗ്രന്ഥകാരൻ ഈയിടെയായി മരണപ്പെട്ടു. അല്ലാഹു മർഹമത്ത് കൊടുക്കുമാറാവട്ടെ, പാപങ്ങൾ പൊറുക്കുകയും സുഹൃതങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. ആർക്കും ഏത് സമയത്തും മരണം സംഭവിക്കാം. ഒരു കവിയുടെ വാക്ക്, എത്രയെത്ര യുവാക്കളും യുവതികളുമാണ് കളിക്കുന്നു, ചിരിക്കുന്നു, പുളയ്ക്കുന്നു, ജീവിതം കഴിക്കുന്നു. അവൻ മരണപ്പെട്ട ശേഷം അവന്റെ മയ്യത്ത് കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോകാനുള്ള കഫം കൂട നെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന വിവരമറിയാത്ത, നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിവരമറിയാത്ത എത്ര യുവാക്കളും യുവതികളുമാണ്
ഭൗതികമായ ആഡംബരങ്ങളിൽ നിറഞ്ഞുകൊണ്ട് അതിൽ ലയിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു കവി ചോദിക്കുകയാണ്. എന്തർത്ഥവത്തായ ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. ഇന്നലെയും മെനഞ്ഞാതും മരിച്ചുപോയ ആളുകളുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ മുമ്പ് ഒരു വെള്ളിയാഴ്ച ഒരു പത്രം വന്നപ്പോൾ ഒരു മുസ്ലിം കുടുംബത്തിലെ 5 പേർ ഒരുമിച്ചൊരു വാഹനത്തിൽ മരണപ്പെട്ട വിവരമാണ് കണ്ടത്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. ഒരുമിച്ച് മരണം. അവർ സഞ്ചരിച്ചിരുന്ന വാഹനം, ആ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ആ ടെക്സ്റ്റൈൽസിന്റെ ആ വാഹനങ്ങൾ ഒരു ടെക്സ്റ്റൈൽസിന്റെ മുന്നിലൂടെ സഞ്ചരിച്ചിരുന്നു. ആ ടെക്സ്റ്റൈൽസിൽ ഇവരുടെ മയ്യത്ത് കെട്ടിപ്പൊതിയാനുള്ള കഫം കുട അലമാറയിൽ മാസങ്ങളായി വിശ്രമിക്കാൻ തുടങ്ങിയിരുന്നു. ആ തുണിക്കടയുടെ മുമ്പിലൂടെ ഇവർ എത്രയോ പ്രാവശ്യം അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി. പക്ഷെ അറിയില്ലായിരുന്നു ഈ കടയിൽ എന്റെ മയ്യത്ത് കെട്ടിപ്പൊതിയാനുള്ള ആ കഫം കുട എത്തിയിട്ടുണ്ട് എന്ന വിവരം ഈ സഹോദരങ്ങൾക്ക് അറിയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ലേ നമ്മുടെ അവസ്ഥ? പറയാൻ പറ്റുമോ എപ്പോൾ മരിക്കുമെന്ന്? നമ്മുടെ മയ്യത്ത് കെട്ടിപ്പൊതിയാനുള്ള കഫം കുട ഒന്നുകിൽ നമ്മുടെ നാട്ടിലെ ടെക്സ്റ്റൈൽസിൽ എത്തിയിട്ടുണ്ടാകും, അല്ല എങ്കിൽ ആ ടെക്സ്റ്റൈൽസുകാരൻ മൊത്തമായി തുണികൾ എടുക്കുന്ന അയാളുടെ ഹോൾസെയിൽ കടയിൽ ഉണ്ടായിരിക്കും, അല്ല എങ്കിൽ മില്ലിൽ നെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമുക്കെല്ലാം പോകണം. അപ്പോ അതുകൊണ്ട് തൗബ ചെയ്യാനും പാപങ്ങൾ ഏറ്റു പറയാനും റമദാൻ മാസം വരട്ടെ എന്ന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നാളെയാവട്ടെ എന്ന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഈ നിമിഷത്തിൽ ചേഞ്ച് ഉണ്ടാവാം. ഈ നിമിഷം വെച്ചുകൊണ്ട് നമുക്ക് ചേഞ്ച് ആവാം. അള്ളാഹുവിന്റെ ഇഷ്ടരാകാം പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരായി തീരാം. അല്ലാഹു തആല തന്നെ പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യബ്ന ആദം ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന ഫീക്. റസൂലുള്ളാഹി പറയുകയാണ്, അല്ലാഹു തആല പറയും, മോനെ, നീ എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എന്നോട് പ്രാർത്ഥിച്ചില്ലേ, നിന്നിൽ സംഭവിച്ചതെല്ലാം ഞാൻ നിനക്ക് പുറത്തു തന്നിട്ടുണ്ട്. പുറത്ത് തരാം എന്നല്ല പറഞ്ഞത്, പുറത്ത് തന്നിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ഖുദ്സിയായ ഹദീസാണ്. ഈ ഹദീസിൽ പറയുന്നത്, നീ എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എന്നോട് നീ പ്രാർത്ഥിച്ചോ, നിനക്ക് യഖീനുണ്ടായിരുന്നു ഞാൻ നിനക്ക് പുറത്തു തരുമെന്ന്, എങ്കിൽ ഞാൻ നിനക്ക് പുറത്ത് തന്നിട്ടുണ്ട് മോനെ എന്നാണ് പറയുന്നത്. അള്ളാഹു വിളിക്കുന്ന നാമം എന്താ അറിയോ? യബ്ന ആദം നാ, മോനെ എന്ന് വിളിക്കുന്നത് പോലെ. അള്ളാഹ് മോനെ എന്ന് വിളിക്കില്ല. കാരണം എന്താ? അല്ലാഹു തആലക്ക് മക്കളില്ല. അല്ലാഹു ലം യലിദ് വലം യൂലദ്. അല്ലാഹു തആല സ്വന്തം മക്കളില്ലാത്തവനാണ്. എന്നാൽ യബ്ന ആദം, ആദമിന്റെ മോനെ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം മോനെ എന്ന്, എന്റെ മോനെ, മോനെ എന്ന് വിളിക്കുന്ന സ്ഥാനത്താണ് അല്ലാഹു തആല ആദമിന്റെ മോനെ, നീ എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എന്നോട് പ്രാർത്ഥിച്ചുവോ, ഞാൻ നിനക്ക് പുറത്ത് തന്നിരിക്കുന്നു. വീണ്ടും പറയാ, വലാ ഉബാലി യബ്ന ആദം ലൗ ബലഗത് ദുനൂബുക അനാനു സമാ ثم استغفرتني غفرت لك. മോനെ, ആകാശം മുട്ടുമാറ് ഉയരത്തിൽ പാപം നിനക്കുണ്ടായിരുന്നോ, എങ്കിൽ അത് പൊറുക്കാൻ വേണ്ടി നീ എന്നോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുവോ, തീർച്ചയായും ഞാൻ പുറത്ത് തന്നിട്ടുണ്ട് നിനക്ക്. നീ പേടിക്കണ്ട, നീ വിഷമിക്കണ്ട, ഞാൻ നിനക്ക് പുറത്ത് തന്നിട്ടുണ്ട്. വലാ ഉബാലി യബ്ന ആദം ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായാ ثم ലഖിയനി ലാ തുശ്രികി ബി ശൈഅൻ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ. അതേ മോനെ, നീ എന്നോട് ഭൂഗോളം നിറയെ പാപങ്ങളുമായിട്ടാണോ എന്റെ അടുക്കൽ വന്നത്? നീ ശിർക്കിൽ പെട്ടിട്ടില്ല, ശിർക്ക്പരമായ പാപങ്ങൾ നീ ചെയ്തിട്ടില്ല, എങ്കിൽ എനിക്കതൊന്നും പ്രശ്നമല്ല. ഭൂഗോളം മുഴുവൻ മഗ്ഫിറത്തുമായിട്ട് ഞാൻ നിന്നിലേക്ക് വന്നിരിക്കുന്നു, ഞാൻ നിന്റെ പാപം പുറത്തിരിക്കുന്നു, നിനക്ക് ഞാൻ പുറത്തിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ആകാശം മുട്ടുമാർ ഉയരത്തിൽ പാപങ്ങൾ ചെയ്തവരാരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവണമെന്നില്ല. ഭൂഗോളം നിറയെ പാപങ്ങളുടെ കൂമ്പാരങ്ങളുമായി കഴിയുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവണമെന്ന് യാതൊരു സാധ്യതയും ഇല്ല. എങ്കിൽ അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്, അല്ലാഹുവിന്റെ കടാക്ഷത്തിലേക്ക്, അല്ലാഹുവിന്റെ കാരുണ്യത്തിലേക്ക്, അല്ലാഹുവിന്റെ റഹ്മത്തിലേക്കും മഗ്ഫിറത്തിലേക്കും നമ്മുടെ മനസ്സ് തീർച്ചയായിട്ടും അത് ഉയരേണ്ടിയിരിക്കുന്നു. ഹൃദയത്തിന്റെ അലിവോടുകൂടെ
കണ്ണുകളുടെ നനവോടുകൂടെ രണ്ടിട്ട് കണ്ണീർ പൊഴിച്ചിട്ട് അള്ളാഹിനോട് ദ്വാരുന്ന എന്താ പ്രതിഫലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് അല്ലാഹു തആല പറയുന്നു, അള്ളാഹുവിനെ ഓർത്തിട്ട് ആരെങ്കിലും കരഞ്ഞാൽ ആ കണ്ണ് നരകത്തിൽ പ്രവേശിക്കുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സ്നേഹനിധിയാണ്, സമയമില്ല. അള്ളാഹു കാരുണ്യത്തിന്റെ വർഷമാണ്. അള്ളാഹു തആല ഇനിയും ധാരാളമായി അള്ളാഹുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയാനുണ്ട്, വാചാലമായി പറയാനുണ്ട്. അള്ളാഹു അവന്റെ സ്നേഹത്തെ മനസ്സിലാക്കി അവനിലേക്ക് അടുക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും നമുക്ക് ഇടം നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد. أوصيكم بتقوى الله. أقول يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أشهد أن لا إله إلا الله وأن محمد رسول الله صلى الله عليه وعلى آله وأصحابه أجمعين. أما بعد فيا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على سيد المرسلين وعلى آله وأصحابه أجمعين وعلى آله وأصحابه أجمعين وبارك عليهم. اللهم ارض عن أمير المؤمنين أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعلى الأئمة وعلى الصحابة جميع الصحابة والقرابة. أولئك حزب الله. ألا إن حزب الله هم المفلحون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم انصر الإسلام والمسلمين. اللهم أعز أمة الإسلام والمسلمين. اللهم أعز جماعات الإسلام والمسلمين. اللهم أعز مساجد المسلمين ومدارس المسلمين ومؤسسات المسلمين. اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار. اللهم أذل الشرك والمشركين. اللهم أهلك الظلم من الكافرين والمنافقين واللادينيين والنصرانيين واليهوديين. شتت شملهم وفتت جنبهم وفل حدهم ونقص علامهم. اللهم خذهم أنت عزيز مقتدر. طهرهم يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى